ക്രഷ് ചെയ്താൽ മതി. നിങ്ങളെ ക്രഷ് ചെയ്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേദിവസം രാത്രി. മനസ്സിൽ ഇതിൽ നാളികേരപ്പാൽ ആഡ് ചെയ്തിട്ടാണ്. കണ്ടല്ലോ, ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ. കണ്ടല്ലോ കുട്ടികളെ, അതിലേക്ക് വീഴുക ചെയ്താൽ കണ്ടോ. ഇതും കൂടി നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിൻ്റെ ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഹായ്, ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മളെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് 19 ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അമ്മ എന്നും എണ്ണ തേക്കും ഒക്കെ ചെയ്ത് കാണിച്ചു തരണം. ആരും ഒന്നും കരുതരുത്. ചില കുട്ടികളുണ്ട് ആവർത്തനം നിർത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില കുട്ടികൾ പറയേണ്ട കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞോളൂ എന്ന്. അപ്പോൾ രണ്ടു കൂട്ടരുടെയും കൂടിയും ഇത് ഞാൻ മാനിച്ചിട്ട് എൻ്റേതായ ഒരു ഇതിൽ ഞാനങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ എന്നത്തെയും പോലെ മുടിയൊക്കെ അതേപോലെ ഒരു ചേർപ്പോണ്ട. പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. എന്നും നമ്മൾ ഈ മുടി നന്നായിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ കൂടൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ ചീന്തി കെട്ടൊക്കെ കളയണം. ഇങ്ങനെ ഒരു ചീർപ്പന്നെ എടുക്കണം നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് മുടി വളരുള്ളൂ. വല്ലാതെ പല്ലടുത്തുള്ളതാണെങ്കിൽ നിങ്ങളുടെ മുടി പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചീർപ്പുകൊണ്ട് മുടിയൊക്കെ വേടർത്തിയതിൻ്റെ ശേഷം നമ്മൾ കൂടൊക്കെ കളഞ്ഞ് ചീന്തിയതിൻ്റെ ശേഷം ഇന്ന് നമ്മൾ ഉലുവയുടെ ഒരു ജെല്ലാട്ടോ തേക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണ തേക്കണം. കണ്ടോ, നന്നായിട്ട് മുടിയിൽ സ്കാൽപ്പിലും ഇതിലൊക്കെ നമ്മൾ നല്ല അത്യാവശ്യം എണ്ണ തേക്കണം. അല്ലെങ്കിൽ മുടി വല്ലാതെ നമുക്ക് ഡ്രൈനെസ് വരും. പക്ഷെ ഞാൻ ഡ്രൈനെസ് വരാതിരിക്കാൻ അതിൽ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് തന്നെയാണ് തേക്കണത്. അല്ലെങ്കിൽ എനിക്കും ഞാൻ തേച്ച് കാണിച്ചു തരല്ലേ. എൻ്റെ മുടി ഈ പ്രായത്തിൽ ഡ്രൈനെസ്സായി കിട്ടിയാൽ ഞാനും ബുദ്ധിമുട്ടില്ലേ. ചെറുപ്പക്കാരെ പോലെയും കൂടി അല്ല അല്ലേ. ഇനിയിപ്പോൾ ചെറുപ്പക്കാരെ തേക്കണം വെച്ചാൽ അത്ര തന്നെ കുഴപ്പമില്ല. കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് എണ്ണ നേരെ തേക്കുക. അമ്മ മുടി കെട്ട് കളഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ, എണ്ണ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ, മുടി ഇങ്ങനെ കെട്ട് കളഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം തലയിലൊക്കെ എണ്ണ തേക്കുക. വെച്ചിട്ട് ഒരുപാട് എണ്ണ തേച്ചിതാവണമെന്നില്ല കേട്ടോ. ഒരു പാകതയിലൊക്കെ എണ്ണ തേക്കുക. കണ്ടല്ലോ, ഒരുപാട് കുളുക്കൻ എണ്ണ തേക്കണ്ട, നമ്മൾ ഡീപ്പായിട്ടായിട്ട് തേക്കുക അങ്ങനെ വേണ്ട കേട്ടോ. പാകതയിൽ എണ്ണ തേക്കുക. കണ്ടില്ലേ, പാകതയിൽ എണ്ണയൊക്കെ തേച്ചു. വേഗം വീഡിയോയിലേക്ക് പോവുക, വീഡിയോ ലെങ്ത് ആവണ്ട വെച്ചിട്ട്. ഇന്ന് നമ്മൾ തേക്കുന്നത് കണ്ട ഉലുവ ഒന്ന് ക്രഷ് ചെയ്യുക. എൻ്റെ ഇത്തിരി അത്യാവശ്യം പൊടിഞ്ഞിരുന്നു കേട്ടോ. ക്രഷ് ചെയ്താൽ മതി. നിങ്ങളെ ക്രഷ് ചെയ്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേദിവസം രാത്രി. മനസ്സിലായില്ലേ? ക്രഷ് ചെയ്ത ഉലുവ തലേ ദിവസം രാത്രി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നിങ്ങൾ ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ നമ്മൾ ഉലുവ കണ്ടല്ലോ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും. കണ്ടോ ഒന്നിങ്ങനെ പതയൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചു, ഒരു 4 മണിക്ക് ഇട്ട് വെച്ചു. അതുകൊണ്ട് കണ്ടോ ഒന്നിങ്ങനെ പതഞ്ഞിട്ടാണ് നിൽക്കണം. കണ്ടില്ലേ? ഇത് നിങ്ങൾ ഇനി കിടക്കുമ്പോൾ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, ഒരു ജെല്ല് പോലെ ഇത് നിൽക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്താ കൂട്ടണമെന്ന് അറിയുമോ? മുടി വല്ലാതെ ഡ്രൈനെസ് ആവാതിരിക്കാൻ. ഇത് നല്ല ഫൈബർ കണ്ടൻ്റാണ് നമ്മളെ ഈ ഉലുവ. ഫൈബർ വല്ലാതെ ഉണ്ടാവുകൊണ്ട് മുടി ഒന്നിങ്ങനെ ഡ്രൈനെസ് ആകും. പക്ഷേ താരനൊക്കെ ഉണ്ടെങ്കിൽ പറ്റ പോകട്ടോ ഉലുവ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൽ നാളികേരപ്പാൽ ആഡ് ചെയ്തിട്ടാണ്. കണ്ടല്ലോ, ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ. കണ്ടല്ലോ, നമ്മളിതിൽ നാളികേരപ്പാൽ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ പുറത്ത് വന്ന് നിൽക്കുക മക്കളെ, കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും കരുതണ്ട. ഇനി നമ്മളതിലേക്ക് ചേർക്കണത് കണ്ടോ, എൻ്റെ പിന്നൊക്കെ എടുക്കട്ടെ. കയ്യുമ്പിൽ ഞാൻ സ്പൂൺ എടുത്തില്ല, ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെയല്ലേ തേക്കി വെച്ചിട്ടാട്ടോ, ഒന്നും കരുതണ്ട. ഇനി നിങ്ങൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇതിൽ പൊട്ടിച്ചൊഴിക്കണം. എങ്കിലാണ് നമ്മളെ മുടി നന്നായി വളരുള്ളൂ. കണ്ടല്ലോ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ എന്നെ ചതിക്കുന്ന കുട്ടികളെ, അതിലേക്ക് വീഴുക ചെയ്താൽ കണ്ടോ. ഇതും കൂടി നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിൻ്റെ ശേഷം നമുക്ക് അരിച്ചെടുക്കാം. കണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറക്കുള്ളൂ വിറ്റാമിൻ. ഇന്നാളെ എന്തോ അങ്ങനെ ഞാൻ ലാസ്റ്റാണല്ലോ പൊട്ടിച്ചൊഴിച്ചത്. അപ്പോൾ ഇനി മറക്കണ്ടാച്ചിട്ടാട്ടോ, അത് പുറത്ത് ഇരിക്കുകൊണ്ട്. കാരണം കറണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് വ്യക്തമാവും എവിടെ ഇരിക്കണം. ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പുറത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിക്കണത്. അപ്പോൾ എല്ലാവരും മറക്കരുത്. തലേ ദിവസം ഒന്നും കൂടെ ക്രഷ് ചെയ്ത ഉലുവേട്ട ഇടുക. ഇനി നമുക്ക് ഇതിൽ പരിച്ചാൽ പോവുകയാണോ, അതിലേക്ക് പോവില്ലായിരിക്കാം. ഒരു വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു, പോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊരു ഇത് വെച്ചരിക്കുക. ഇനി നിങ്ങൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഇത് അരിച്ചതിന് ശേഷം അതിൽ പറഞ്ഞാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയായാലും വേണ്ടില്ല. ഞാൻ ഇതാദ്യം പൊട്ടിച്ചൊഴിച്ചു, മറക്കണ്ട വിചാരിച്ചിട്ട്. ഇനി മറന്നാൽ ബുദ്ധിമുട്ടാവും, മുടി വല്ലാതെ ഡ്രൈ ആവാൻ പറ്റില്ല നമുക്ക്, ഈ പ്രായക്കാർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മളിതിങ്ങനെ പിഴിയണം ഇനി കേട്ടോ, നന്നായി പിഴിയും. കണ്ടോ, നമ്മൾ നാളികേരപ്പാലുണ്ടാവുകൊണ്ട് നമ്മളെ മുടി ഒരിക്കലും ഡ്രൈ ആവില്ല. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കളറുള്ളൊരു ഇതെല്ലാം നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നുമല്ല, കോൾഡ് പനിയൊക്കെ പിടിച്ചാൽ ബുദ്ധിമുട്ടാവും. നമ്മൾ ചിങ്ങമാസം പറന്നുവെങ്കിലും തണുപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ നാളികേരപ്പാൽ കൂട്ടും വേണം, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേക്കാവോ. അല്ലാതെ വെറും ഉലുവ മാത്രം നിങ്ങൾ തേക്കരുത്. ഇനി അല്ല നിങ്ങൾക്ക് നാളികേരപ്പാലും ഇല്ല വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഇല്ലെങ്കിൽ നിങ്ങൾ തേക്കണ എണ്ണ ഒരു സ്പൂൺ ഇതിൽ ആഡ് ചെയ്തിട്ട് തേക്കാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ.
കണ്ടോ വെളുത്ത നല്ലൊരു ജെല്ലായി ഇപ്പോൾ. അപ്പം ഇനി ഇത് തേക്കുന്നതും കൂടി നമ്മൾ കാണിച്ചു തരും. കുളിച്ചിട്ടുള്ള മുടി ഇപ്പം ഒന്ന് കാണിച്ചു തരാൻ പറ്റും തോന്നുന്നില്ല, സമയത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. രാവിലെ കറണ്ട് വരുമോ വെച്ച് കുറച്ച് നേരം അകത്ത് നിന്നു കേട്ടോ. അപ്പോൾ കറണ്ട് വന്നാൽ എനിക്ക് സുഖമായിരുന്നല്ലോ വിചാരിച്ചിട്ട്, പക്ഷേ കറണ്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് തന്നെ വന്നു. അപ്പോൾ സമയം പോയി. കണ്ടോ അത് രാവിലെ നേരത്തെയാണ്. അപ്പോൾ നേരെ 7:15 ഉള്ളൂ. കണ്ടോ അപ്പോൾ നമ്മളെ ജെല്ല് കണ്ടോ സുഖമായിട്ട് കിട്ടി. ഈ ജെല്ല് നമ്മൾ തലയിൽ തേച്ചിട്ടേ നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് നല്ല നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക. അപ്പോൾ ജെല്ല് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഒന്നുകിൽ തേങ്ങാപ്പാൽ, ആവർത്തനം വേണ്ടാന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ തേച്ചിട്ടില്ലല്ലോ അത് വിചാരിച്ചിട്ട്, ഒന്നുകിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ തേക്കണ എണ്ണ, അല്ലെങ്കിൽ വിറ്റാമിൻ ക്യാപ്സൂൾ, ഏതെങ്കിലും ഒന്നായാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ സുഖമായിട്ട് ജെല്ലെടുത്തു. ഇത് അരച്ചിട്ട് അങ്ങനെ തേക്കാൻ പാടില്ല നമ്മളെ മുടിയിൽ. അപ്പോൾ നമ്മളെ മുടിയിൽ നിന്ന് പോവില്ല, കഴുകി കളയുമ്പോൾ പോവില്ല. ഇത് നമ്മൾ അരിച്ചിട്ട് പൊടിച്ചരിക്കുമ്പോൾ ഒരു ജെല്ല് പോലെ തന്നെ കേട്ടോ. അത് വെളുത്ത കളറ് വന്നത് നമ്മൾ നാളികേരപ്പാൽ കാരണം, അല്ലെങ്കിൽ ശരിക്കും മഞ്ഞ കളറിലൊരു ജെല്ലാവുന്നത്. ഇനി ഇത് തേക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. അതുകൊണ്ട് കണ്ടോ നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ തേക്കണം കേട്ടോ. നമ്മൾ സ്കാൽപ്പിലാണ് ഇത്, ഇഴകളിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം തേച്ചാൽ മതി. നല്ല തണുപ്പുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് പേടിക്കാനില്ല. പച്ചവെള്ളം ആരും എടുക്കാതെ ശ്രദ്ധിക്കുക. മുടിയുടെ ഒന്നിനും നിങ്ങൾ പച്ചവെള്ളം വെക്കരുത്. കാരണം 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് ജലദോഷം പിടിക്കും. കണ്ടല്ലോ, ഒക്കെ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കണവരല്ലേ, അതുകൊണ്ട് നമുക്ക് അതൊരു കേടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ ഒരുപോലെ തേച്ചതിൻ്റെ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇഴകളിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങളിത് ഒരു സ്പൂണായിട്ട് മിക്സിയുടെ ജാറിൽ പൊടിയില്ല. ഞാൻ 2 സ്പൂൺ എടുത്ത് പൊടിച്ചതിൻ്റെ ബാക്കി കാണിച്ചു തന്നതാണ് നിങ്ങൾക്കത് ഇങ്ങനെ പൊടിച്ചിട്ടാന്നുള്ളത് കേട്ടോ. ഇനി നമ്മളൊന്ന് താണു നിന്നിട്ടും തേക്കട്ടെ. അപ്പോൾ നമ്മൾ തലമുടിയിലൊക്കെ തലയുടെ സ്കാൽപ്പിലൊക്കെ തേച്ചു കണ്ടോ. ഇത്രയ്ക്ക് ഇനി ബാക്കി ഉണ്ട് എനിക്ക്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇഴകളിൽ തേക്കാം. അപ്പോൾ ഇത് തേക്കണോണ്ട് ഒരു വിരോധമില്ല. ഇത് കഴുകി കളയാൻ എളുപ്പമാണ് കണ്ടോ, ഒന്നുമില്ല കണ്ടോ. ഒരു ജെല്ല് മാത്രം. വെളുത്ത കളറായത് നമ്മൾ നാളികേരപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കളർ ഉണ്ടായിക്കോട്ടെ, എങ്കിലേ നമ്മളെ മുടി വളർച്ച ഗ്രോത്ത് വരുള്ളൂ കേട്ടോ. നേരത്തെ കൂടെ കാവുണ്ട് കുഴപ്പമില്ല. ബാക്കി ഇഴകളിലും തേച്ചു. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ തന്നെ തേക്കണം. നമ്മൾ 19ാമത്തെ ദിവസമാണ്. എല്ലാവരും ഇത് നോക്കണം. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് ആക്ഷേപം പറയുന്നുണ്ട്. രാജീവ് വ്ളോഗ്സ് അടിച്ചാൽ മതി നിങ്ങളെ കേട്ടോ. RAJIVLOGS മനസ്സിലായില്ലേ? അതൊന്നും കൂടി ശ്രദ്ധിക്കുക. RAJIVLOGS രാജീവ് വ്ളോഗ്സ്. അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ 19ാമത്തെ ദിവസം ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ പിന്നെ ഇന്നത്തെ ദിവസത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ലേറ്റസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഷോർട്സ് കാണേണ്ടവർ ഷോർട്സിൽ തൊടുക, പുതിയ വീഡിയോ ലേറ്റസ്റ്റിൽ തൊടുക. അങ്ങനെ ഇതാ നമുക്കത് ഡെയിലി അന്നന്ന് ഇട്ട വീഡിയോ ഏതാച്ചാൽ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്ഷേപമൊന്നും ആരും പറയണ്ട. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന് വീഡിയോ ലെങ്ത് ആവണ്ട, മുറ്റത്ത് വന്ന് നിൽക്കുകയാണേ കറണ്ട് പോകണ്ടേ. അപ്പോൾ എന്താ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഇതൊക്കെ പറയാത്ത വീഡിയോ ലോങ് ആയിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം. ബെല്ലൈക്കൻ അമർത്തുന്ന സമയത്ത് ഓൾ എന്നൊരു സംഭവം വരും. അതിലും കൂടി ഒന്ന് തൊട്ടാലാണ് അമ്മ ഇടണ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതിലെന്തോ ഒരു തകരാറുണ്ടായിട്ടാണ് എന്തോ എനിക്കറിയില്ല, യൂട്യൂബുകാരെന്താ അതും അറിയില്ല. ചില വീഡിയോ ലോങ് ആയിട്ട് പോകേണ്ട, ചിലത് എല്ലാവരിലും എത്തണില്ല. അങ്ങനെയൊക്കെ പതിവുണ്ട്. അതൊക്കെ സാധാരണം അല്ലേ. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നിപ്പോൾ 19ാമത്തെ ദിവസമാണ്. ഇനി 21ാമത്തെ ദിവസമായിട്ട് വരാം. അപ്പം ദിവസേന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ പിറ്റേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് വേറെ കണ്ടന്റുകളൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാതും കാണാൻ ശ്രമിക്കുക. മുടിയുടെ മാത്രമല്ലാതെ അമ്മേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അമ്മയെ പൊന്തിച്ച് കൊണ്ടുവരണം നിങ്ങൾ തന്നെ. അപ്പോൾ എന്താ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.